ജ്യോതിപകം ജീവദായകം ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഗുഡ്നസ് TV ഒരുക്കുന്ന ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിയമാവർത്തന പുസ്തകം 11-ാമത്തെ അധ്യായം 18-ാമത്തെ വചനം ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ ഓർക്കുന്നു, വായിക്കുന്നു, ധ്യാനിക്കുന്നു. എൻ്റെ ഈ വചനങ്ങൾ ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിക്കുവിൻ. വചനത്തിലൂടെ തന്നെ വചനത്തോടുള്ള ബന്ധം സൂക്ഷിക്കണമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന, മനസ്സിലാക്കി തരുന്ന കർത്താവേ, അങ്ങയുടെ വചനം ഹൃദയത്തിലും മനസ്സിലും എപ്പോഴും സൂക്ഷിക്കാൻ ശ്രദ്ധയുള്ളവരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പിതാവേ, ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരെ, കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഭിക്ഷ കിട്ടുന്നത് കൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന ഒരു സന്യാസി അന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭിക്ഷാടനം നടത്തിയിട്ടും അദ്ദേഹത്തിന് ഒന്നും ലഭിച്ചില്ല. എന്നിരുന്നാലും അന്തിയോട് അടുക്കുമ്പോൾ വഴിയരികിലുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമത്തിനായി വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം കിടക്കുന്നതിന് തൊട്ടുമുമ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ആരാലും ഇന്ന് ഒന്നും തരാഞ്ഞതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുവശത്ത് മരത്തിന് ചുവട്ടിലിരുന്ന ഏതാനും ചില ചെറുപ്പക്കാർ, അവർ ഉടനെ ഇടപെട്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇതെന്ത് പ്രാർത്ഥനയാണ് ഗുരു? അവരുടനെ ആശ്ചര്യത്തോടുകൂടി നിന്ന അവരോട് ഈ സന്യാസി പറഞ്ഞ മറുപടി ഇതായിരുന്നു: ഇന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാനത് സുഭിക്ഷമായിട്ട് കഴിക്കുകയോ തന്നത് ചിലവഴിച്ച് വാങ്ങി കഴിക്കുകയോ ചെയ്ത് ഉറങ്ങി വിശ്രമിച്ചേനേമായിരുന്നു. എന്നാൽ ഞാൻ ഇന്ന് രാത്രിയുടെ യാമങ്ങളിൽ, തുടർന്നുള്ള യാമങ്ങളിലെല്ലാം അവിടുത്തെ നാമജപം ചൊല്ലി ഇരിക്കണമെന്ന്, ഉണർന്നിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആരാലും ഒന്നും ഇന്ന് എനിക്ക് തരാഞ്ഞത് എന്ന് ആ ചെറുപ്പക്കാരോട് അദ്ദേഹം മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെ കണ്ണുകൾ തുറന്നിരുന്നാൽ നാം ദൃശ്യമായ കാഴ്ചകൾ കാണും. എന്നാൽ ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നിരുന്നു കഴിഞ്ഞാൽ നാം അദൃശ്യമായ കാഴ്ചകൾ കാണും. ശരീരത്തിൻ്റെ കണ്ണുകൾ തുറന്നിരുന്നാൽ ദൃശ്യമായ കാഴ്ചകൾ മാത്രം നമ്മൾ കാണും. ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നിരുന്നാൽ നമ്മൾ അദൃശ്യമായ കാഴ്ചകൾ കാണും. പ്രിയപ്പെട്ടവരെ, ഇതിലേക്കാണ് ഇന്നത്തെ തിരുവചനം നമ്മളെ നയിക്കുക. ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നവരാവുക. ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നവരായാൽ അദൃശ്യമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ, ആത്മാവിനെ, ശരീരത്തെ, ജീവിതത്തെ കർത്താവ് നയിച്ചുകൊള്ളും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ഒരു ഉദാഹരണം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതിതാണ്: ഏലീഷ പ്രവാചകൻ. പശ്ചാത്തലം ഇതാണ്: ശത്രു സൈന്യം രാജ്യത്തെ വളഞ്ഞു നിൽക്കുന്ന സന്ദർഭം. ഏലീഷ പ്രവാചകൻ്റെ ഭൃത്യൻ ഭയപ്പെട്ടു വിറയ്ക്കാൻ, ഇത് കണ്ട ഭൃത്യൻ ഭയപ്പെട്ടു. അദ്ദേഹം ഓടി വന്ന് ഏലീഷ പ്രവാചകനോട് പറയുകയാണ്, ശത്രു സൈന്യം ഇതാ ആക്രമിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ശത്രു സൈന്യം അടുത്തെത്തി. ഇപ്പോൾ പ്രവാചകനോട് ഇത് ഭൃത്യൻ പറഞ്ഞപ്പോഴും പ്രവാചകൻ വളരെ കൂളായിട്ട് നിലകൊണ്ടു. പ്രവാചകൻ ഇത് ഭയം ഒന്നും ഉളവാക്കിയില്ല, ഒരു ഭയം ഉണ്ടായില്ല. അപ്പോൾ തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, ഏലീഷ പ്രവാചകൻ ആ നിമിഷം കണ്ണടച്ച് ദർശിക്കുകയാണ്. എന്ത്? ശത്രു സൈന്യത്തെക്കാൾ വലിയ ഒരു സ്വർഗീയ സൈന്യത്തിൻ്റെ അദൃശ്യമായ ചിത്രം. ശത്രു സൈന്യത്തെക്കാൾ വലിയ ഒരു സ്വർഗീയ സൈന്യത്തിൻ്റെ അദൃശ്യമായ ചിത്രം ഈ ഭൃത്യൻ ഇത് പങ്കുവെക്കുമ്പോൾ എലീഷ പ്രവാചകൻ ദർശിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഭൃത്യൻ ഭയപ്പെട്ടു വിറച്ചു. എലീഷ പ്രവാചകന് ഒരു പേടിയോ ഒരു ഭയമോ ഒരു വിറയലോ ഉണ്ടായുമില്ല. അതുകൊണ്ട് ഈ ഒരു ദൃശ്യം ദർശിച്ച അദൃശ്യ ദൃശ്യം
കണ്ട എലീഷ പ്രവാചകൻ ഭൃത്യനോട് ഈ കാര്യങ്ങൾ പങ്കുവെക്കുകയും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് അദൃശ്യം. അപ്പോൾ അതോടുകൂടി ഈ എലീഷ പ്രവാചകൻ്റെ ഭൃത്യൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭയവും വിട്ടുമാറി. പ്രവാചകൻ്റെ ഭൃത്യൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭയവും ആകുലതയും ഉത്കണ്ഠയും എല്ലാം വിട്ടുമാറുകയാണ്. കാരണം ഇതാണ് അച്ഛൻ പങ്കുവെച്ച് വന്നത്. ആദ്യം സൂചിപ്പിച്ചു വന്നല്ലോ, ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നിരുന്നു കഴിഞ്ഞാൽ അദൃശ്യമായ കാഴ്ചകൾ കാണാനായിട്ട് വഴിയൊരുക്കും, ദൈവം വഴിയൊരുക്കും. അതുകൊണ്ട് ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്ന് ഇരിക്കുന്നവരാവുക എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഉദാഹരണത്തിലൂടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, പരിശീലിപ്പിക്കുന്നത്. ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നവരാവുക എന്ന് ഇതിലേക്കുള്ള പരിശീലനം നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ശത്രുകരങ്ങൾ നമുക്കെതിരെ അണിനിരക്കുമ്പോൾ ദൈവകരം അദൃശ്യമായി പിന്നിലുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മളെ വചനം നയിക്കുകയാണ്. ശത്രുകരങ്ങൾ നമുക്കെതിരെ, അല്ലെങ്കിൽ എനിക്കെതിരെ, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ, ഈ വചനം ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എതിരെ പ്രബലമാകുന്നു എന്ന് കാണുമ്പോൾ അദൃശ്യമായ ഒരു ദൈവകരം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പിന്നിൽ, എന്നെയും നിങ്ങളെയും ഒക്കെ നോക്കി കാത്തിരിക്കുന്നുണ്ട്. ഭയപ്പെടാതെ വ്യതിചലിക്കാതിരിക്കാൻ എന്നുള്ളത് ഓർമ്മപ്പെടുത്തൽ വചനം നമുക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ 32 മുതലുള്ള വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളവിടെ കാണും, നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടും. ശിഷ്യന്മാരോട് പറയുന്നതാണ്, നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടും. എന്നെ ഏകനായി വിട്ടുപോകും നിങ്ങൾ, എന്നെ ഏകനായി നിങ്ങൾ ഉപേക്ഷിച്ചു പോകും. ആ സമയം അടുത്തു വരുന്നു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടിയുണ്ട്. ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ ഉൾക്കാഴ്ച എന്ന് പറയുന്നതാണ്. ആത്മാവിൻ്റെ കണ്ണുകൾ തുറന്നിരുന്ന ഈശോയുടെ ചിത്രമാണ് ഇത് നമുക്ക് പറഞ്ഞു തരിക. ഈശോയുടെ ആത്മീയ കണ്ണുകൾ തുറന്നിരുന്നു കൊണ്ട്, പിതാവിലേക്ക് തുറന്നിരുന്നത് കൊണ്ട് ആ കാര്യങ്ങളെല്ലാം ദൃശ്യമായി, ഈശോയ്ക്ക് ദൃശ്യമായിരുന്നു. അദൃശ്യമായത് ദൃശ്യമായിരുന്നു ഈശോയ്ക്ക്. അതുകൊണ്ട് നിങ്ങളെല്ലാം വിട്ടുപോയാലും ഉപേക്ഷിച്ചു പോയാലും പിതാവിനോട് കൂടെയുണ്ട് എന്നുള്ള അദൃശ്യമായ ആ ചിത്രം, ചിന്ത, അത് ഈശോയെ ഭരിച്ചതുകൊണ്ട് ഈശോയ്ക്ക് അതൊരു വിഷമോ ബുദ്ധിമുട്ടോ അസ്വസ്ഥതയോ ആകുലതയോ ഉത്കണ്ഠയോ ഒന്നും ഉണ്ടാക്കിയില്ല എന്നുള്ളത് ശിഷ്യന്മാരോട് പങ്കുവയ്ക്കുന്നതിൽ നമുക്കും ധ്യാനിച്ചെടുക്കാൻ പറ്റുന്ന, ഓർത്തെടുക്കാൻ പറ്റുന്ന, മനനം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്കറിയാം, കൂടെയുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, നിങ്ങളോട് കൂടെയുണ്ട് എന്ന് എത്രയോ പേര് നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടെയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്വരമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓർത്തെടുക്കാം. പക്ഷേ എത്ര നാൾ വ്യക്തികൾ, മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നിന്നോട് കൂടെ, നിങ്ങളോട് കൂടെ ഞാനുണ്ട് എന്ന് എത്ര ഉറപ്പ് നൽകിയാലും, എത്ര ശക്തമായ ഭാഷയിൽ പങ്കുവച്ചാലും, എത്ര ചേർത്തിരുത്തി പങ്കുവച്ചാലും എത്ര നാൾ കൂടെ ഉണ്ടാകും? ആളുടെ ആരോഗ്യം ക്ഷയിക്കുന്നത് വരെ കൂടെ ഉണ്ടാവുള്ളൂ. ആളുടെ ആരോഗ്യം ക്ഷയിക്കുന്നത് വരെ മാത്രമേ കൂടെ ഉണ്ടാവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു വ്യക്തി, ഒരാൾ ഇങ്ങനൊരു കാര്യം ഞാൻ കൂടെയുണ്ട് എന്ന് നമ്മളുടെ ആരോടെങ്കിലും ആട്ടെ പങ്കുവച്ചാലും ആ ആളുടെ ആരോഗ്യം ക്ഷയിക്കുന്നത് വരെ, കട്ടിലിൽ വീഴുന്നിടം വരെ, അല്ലെങ്കിൽ കട്ടിലിൽ ആകുന്നിടം വരെ അത്രമാത്രമേ ഉള്ളൂ കൂടെ ഉണ്ടാവുള്ളൂ. അതിനുശേഷം ഒരിക്കലും പറ്റില്ല. ഇതാണ് മനുഷ്യൻ്റെ പരിമിതി എന്ന് പറയുന്നത്. പക്ഷേ മനുഷ്യൻ്റെ പരിമിതിയുടെ മുമ്പിൽ ദൈവത്തിന് പരിധിയോ പരിമിതിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈശോ ആ ബോധ്യം തിരിച്ചറിഞ്ഞത്. ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ആഴപ്പെട്ടത്. അതാണ് ശിഷ്യന്മാരോട് പങ്കുവച്ചത്. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോയാലും പിതാവ്, ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെയുണ്ട്. ഈ ഒരു ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ ഈശോയെ പിടിച്ചു നിർത്തിയത്. എല്ലാ മേഖലയും, ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രലോഭനങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും അവിടെയെല്ലാം വീഴാതെ താഴാതെ പിടിച്ചു നിർത്തിയത് ഈ ഒരു ചിന്തയാണ്, പിതാവ് കൂടെയുണ്ട് എന്നുള്ള ചിന്ത. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇടപെടുന്ന ഒത്തിരി പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തെക്കുറിച്ച് പങ്കുവെക്കുന്നിടത്തെല്ലാം കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു, കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കർത്താവിൻ്റെ ശക്തി അവനിൽ നിലകൊണ്ടിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടങ്ങളിലുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തികളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ അവിടെ എല്ലാം പറയുന്നുണ്ട്, കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നു, കർത്താവിൻ്റെ ശക്തി കൂടെ ഉണ്ടായിരുന്നു, കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു, കർത്താവിൻ്റെ ശക്തി അവനിൽ പ്രകടമായി. ഇതൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട് വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, മുന്നോട്ട് പോകുമ്പോൾ ഇതാണ് ഈശോയുടെ അദൃശ്യ സാന്നിധ്യം ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാനായിട്ട് പറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ വചനങ്ങളെല്ലാം ധ്യാനിക്കുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഈശോയുടെ അദൃശ്യ സാന്നിധ്യം ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്ന എന്താ? അദൃശ്യമായ സാന്നിധ്യമാണ്, ഉദ്ധിതൻ്റെ സാന്നിധ്യമാണ്, ഉദ്ധിതനായ ഈശോയുടെ സാന്നിധ്യമാണ്.
അന്ന് ഗലീലിലൂടെ നടന്ന ഈശോയെ അല്ല വിശുദ്ധ കുർബാനയിൽ നമ്മൾ കാണുന്നത്. ഉത്ഥിതനായ ഈശോയെയാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ കാണുക. ഇത് അദൃശ്യമായ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിലാണ് നമ്മുടെ ആത്മീയതയുടെ ആഴം എന്ന് പറയുന്നത്. ആത്മീയതയിൽ വളരുന്ന ഒരു വ്യക്തിക്ക്, ആത്മീയതയുടെ ആഴത്തിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്ന ഒരു വ്യക്തിക്ക് അദൃശ്യമായ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിൽ കാണാൻ പറ്റുകയുള്ളൂ, പ്രാർത്ഥനകളിൽ കാണാനായിട്ട് പറ്റുകയുള്ളൂ, അതിൽ വിശ്വസിക്കാനായിട്ട് പറ്റുകയുമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളെ സുവിശേഷം, വിശുദ്ധ ഗ്രന്ഥം നമ്മളെ നയിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ 3 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിച്ച് കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ കാണും മറ്റൊരു ഉദാഹരണം. ഉസിയാ രാജാവ് മരിച്ച സന്ദർഭം. ഇസ്രായേൽ ജനത്തെ ഏറെനാൾ നയിച്ച ഉസിയാ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ ജനത്തെ ഭരിക്കാനും നയിക്കാനും നിയന്ത്രിക്കാനുമായിട്ട് ഇനി മറ്റാരുമില്ല എന്ന് തിരിച്ചറിഞ്ഞ കുറേ പേരുണ്ട്. ജനം തിരിച്ചറിഞ്ഞു, ഇതുപോലെ ഇനി നയിക്കാനായിട്ട് മറ്റാരുമില്ല. പക്ഷേ ഏലീഷാ പ്രവാചകൻ, അന്നത്തെ പ്രവാചകനായിരുന്നു, ആ സമയത്തുണ്ടായിരുന്ന പ്രവാചകനായിരുന്നു ഏലീഷാ പ്രവാചകൻ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. ഏലീഷാ പ്രവാചകൻ തിരിച്ചറിഞ്ഞ ഇങ്ങനെ ഒരു കാഴ്ചയോടുകൂടിയാണ്. അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം. സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം അദ്ദേഹം കാണുകയാണ് ഏലീഷാ പ്രവാചകൻ. ജനം വിചാരിച്ചു, ഇനി ഈ ഇസ്രായേൽ ജനത്തെ നയിക്കാനായിട്ട്, ഇതുപോലെ നയിക്കാനോ നിയന്ത്രിക്കാനോ നോക്കാനോ കാക്കാനോ ഒരു നേതാവിനില്ല, രാജാവിനില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ജനം അസ്വസ്ഥമായി കഴിഞ്ഞപ്പോൾ ജനത്തിന് വേണ്ടി നിലകൊണ്ടിരുന്ന പ്രവാചകൻ കണ്ടത് എന്താ? ജനത്തിന് വേണ്ടി സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് എന്ന് പറയുന്നതാണ്. ആത്മാവിൻ്റെ കണ്ണ് തുറന്നിരിക്കുന്നവനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ദർശിക്കാനും വിശ്വസിക്കാനും അതും ആയിട്ടും പറ്റത്തുള്ളൂ എന്നുള്ളത് മറ്റൊരു ഉദാഹരണമാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുക. പ്രിയപ്പെട്ടവരെയും, അല്ലെങ്കിൽ നമ്മുടെ ദൃശ്യമായ കാഴ്ചയിൽ നമ്മളെ ഭരിക്കുന്ന എന്താ? നേതാക്കളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെയാണ്. മറ്റ് മനുഷ്യ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടികൾ, വ്യക്തികളൊക്കെയാണ് പലപ്പോഴും നമ്മളെ ഭരിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, നയിക്കുന്നത് എന്നുള്ള നമ്മുടെ വിചാരം, നിങ്ങളുടെയൊക്കെ വിചാരം. ലോകത്തിലായിരിക്കുമ്പോൾ ലോകം നമ്മളെ വിവിധ തരത്തിൽ ചേർത്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ചിന്തയെല്ലാം അവിടെയാണ് നിൽക്കുക. എന്നാലും അതിലുപരി ദൈവജനത്തിൻ്റെ ജീവിതത്തെ ഭരിക്കുന്നത് ദൈവമാണ് എന്ന് തിരിച്ചറിയണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിൻ്റെ ജനമാണ് നാമെങ്കിൽ നമ്മളെ ഭരിക്കുന്നത് ദൈവം തന്നെ ആയിരിക്കുമെന്നുള്ള ചിന്ത, ഒരു വിശ്വാസം, അതിലേക്കാണ് ഈ ആത്മാവിൻ്റെ കണ്ണ് തുറന്നിരുന്നു കഴിഞ്ഞാൽ അതിലേക്കാണ് നമ്മൾക്ക് നടക്കാനായിട്ട് പറ്റുക. ആത്മാവിൻ്റെ കണ്ണ് തുറന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ വിശ്വസിക്കാനും ചിന്തിക്കാനും വിചാരിക്കാനും ഒക്കെ ആയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവജനത്തെ നയിക്കുന്നത്, നടത്തുന്നത് ദൈവമാണ് എന്നുള്ള തിരിച്ചറിവ് പലപ്പോഴും അത് മനുഷ്യന് നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ. കാര്യം ദൈവജനമാണ്, പക്ഷേ പലപ്പോഴും ഈ ചിന്ത നഷ്ടപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സാധാരണമാണ് എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവജനത്തിൻ്റെ ജീവിതത്തെ ഭരിക്കുന്നത് ദൈവമാണ് എന്ന് വിശ്വസിക്കുക, മനസ്സിലാക്കുക. 2 കാര്യങ്ങളാണ്: വിശ്വസിക്കുക, മനസ്സിലാക്കുക. മറ്റൊന്നിതാണ്, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ പിന്നിലെ ദൈവകര പരിപാലന തിരിച്ചറിയാനായിട്ട് പറ്റുക. അത് ഈ ആത്മാവിൻ്റെ കണ്ണ് തുറന്നിരിക്കുന്നവർക്ക് സാധിക്കത്തുള്ളൂ. സഹനങ്ങളില്ലാത്തവരാരുമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹനങ്ങൾ വിവിധ സമയങ്ങളിൽ വ്യത്യസ്ത കാലഘട്ടങ്ങളിലായിട്ട് ഉണ്ടാകും. അത് ചെറുതും വലുതുമായിട്ടുള്ളത് പല ആവർത്തി, ചിലപ്പോൾ ഒന്ന് തീരും മുമ്പേ അടുത്തത് ഇങ്ങനെ കടന്നു വന്നിരിക്കാം. അങ്ങനെ ജീവിതത്തിൽ വരുന്ന സഹനങ്ങളുടെ പിന്നിലെ ദൈവകര പരിപാലന തിരിച്ചറിയാനായിട്ട് പറ്റുക. അതൊരു പ്രധാനപ്പെട്ട ദൈവപരിപാലന എന്ന് പറഞ്ഞ് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ദൈവകര പരിപാലന. കാരണം ദൈവത്തിൻ്റെ കരം എൻ്റെ പിന്നിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന സഹനത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരസ്പർശമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരപരിപാലന അതിൻ്റെ പിന്നിൽ ദർശിക്കാനായിട്ട് പറ്റുക എന്നുള്ളത് ഈ ആത്മാവിൻ്റെ കണ്ണ് തുറന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കത്തുള്ളൂ. അതിലേക്ക് ഞാനും നിങ്ങളും വളരേണ്ടിയിരിക്കുന്നു എന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് ഈ വചന ഭാഗം ഒന്ന് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാനായിട്ട് ഇടയായത്. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ, വിഭാവനം ചെയ്ത പല പദ്ധതികളും തകർന്നു പോകുമ്പോൾ, ചെയ്തു വരുന്ന പല ഉദ്യമങ്ങളും, ഏറ്റെടുത്ത പല ഉദ്യമങ്ങളും നടപ്പാകാതെ വരുമ്പോൾ, ചോദിച്ചവ പലതും കിട്ടാതെ വരുമ്പോൾ, ഇനി തന്നതുപോലും പലതും തിരിച്ചെടുക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ, ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ജോബിൻ്റെ ജീവിതത്തിലെ ഉദാഹരണമാണത്. അപ്പോൾ ഇങ്ങനെ തന്നത് നഷ്ടപ്പെടുമ്പോഴും തന്നത് തിരിച്ചെടുക്കുമ്പോഴും ഇങ്ങനെ വ്യത്യസ്ത അല്ലെങ്കിൽ വിപരീത
സാഹചര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നതും കാണുമ്പോൾ ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റുക, അതും ആത്മാവിൻ്റെ കണ്ണ് തുറന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള നടക്കാകാതെ പോകുന്ന പദ്ധതികൾ, കാര്യങ്ങൾ, അതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ പദ്ധതി അവിടെ നടപ്പാകുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് പറ്റുക ആത്മാവിൻ്റെ കണ്ണ് തുറന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് പറ്റത്തുള്ളൂ. പലതും ഞാൻ വിഭാവനം ചെയ്ത രീതിയിലായിരിക്കില്ല നടക്കുന്നത്. അപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി അവിടെ നടപ്പിലാകുന്നുണ്ട് എന്ന് തിരിച്ചറിയാൻ അത് ആത്മാവിൻ്റെ കണ്ണ് തുറന്നിരിക്കുന്ന വ്യക്തിക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നതിൻ്റെ കാരണം ഇതാണ്, നമ്മൾ അതിൽ ആഴപ്പെടാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ഒരു ഓർമ്മയോട് കൂടിയാണ്. അപ്പോൾ ആത്മാവിൻ്റെ കണ്ണ് തുറന്നിരിക്കുന്ന വ്യക്തിയായിട്ട് ഞാനും മാറണം എന്നുള്ളതാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ ആരംഭം മുതൽ മുന്നോട്ട് ധ്യാനിച്ചു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, മോശ തന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞെന്താ? ആടുമേയ്ക്കൽ മാത്രമാണെന്നുള്ളതാണ്. ആടുമേയ്ക്കലാണ് തൻ്റെ പദ്ധതി, തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്നാണ് മോശ തിരിച്ചറിഞ്ഞത്. പക്ഷേ മോശയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവസാനത്തേക്ക് എത്തുമ്പോൾ കാണുന്നതാണ്, ദൈവജനത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കലായിരുന്നു ദൈവ പദ്ധതി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവനെക്കുറിച്ചുള്ള ഇഷ്ടം അതായിരുന്നു എന്നുള്ളത് പിന്നീടാണ് തിരിച്ചറിയുക. മോശ തിരിച്ചറിഞ്ഞത് എന്താ? ആടുമേയ്ക്കലാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു ദൈവ പദ്ധതി എന്നുള്ളത് പിന്നീടാണ് തിരിച്ചറിയുക. നമ്മൾ കാണുന്നുണ്ട്, പുറപ്പാട് പുസ്തകം ആരംഭ അധ്യായങ്ങൾ വായിക്കുമ്പോൾ കാണും മോശയുടെ പശ്ചാത്തലങ്ങളെല്ലാം വരുന്നത് അവസാനം എത്തുമ്പോൾ ഇവിടെയാണ്. അപ്പോൾ ആ തിരിച്ചറിവിലേക്ക് മോശ എത്തിയത് എപ്പോഴാണ്? ആത്മാവിൻ്റെ കണ്ണ് തുറക്കപ്പെടാനായിട്ടിടയായ സന്ദർഭങ്ങളിലാണ്. ഇച്ചിരി സമയമെടുത്തു. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ആത്മീയ കണ്ണ് തുറന്നെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. വചനത്തിൻ്റെ വഴിയിലൂടെ, പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ധ്യാനത്തിലൂടെ, അതുപോലെ സ്തുതിഗീതങ്ങളിലൂടെ, ദൈവബന്ധത്തിലൂടെ നമ്മൾ അതിനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 17 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, പത്രോസ് തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞെന്താ? മീൻ പിടിക്കുക എന്നുള്ളതാണെന്നുള്ളത്. മീൻ പിടിക്കുക, പിടിച്ച് ജീവിക്കുക, ഉപജീവനം നേടുക എന്നുള്ളതാണ് തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്നായിരുന്നു പത്രോസിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ പത്രോസിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു എന്ന് പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ ഇടപെടൽ മൂലമാണ്. ഈശോ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ കണ്ണ് തുറന്നു. അപ്പോൾ തിരിച്ചറിഞ്ഞു എന്ത്? ആത്മാക്കളുടെ മുക്കുവനാവുക എന്നുള്ളതാണ്. ആത്മാക്കളെ പിടിക്കുന്നവനാവുക, അതാണ് മനുഷ്യനെ പിടിക്കുന്നവനാക്കാമെന്ന് ഈശോ അവനോട് പറയുന്നുണ്ട്. ഇതാണ് ആത്മാക്കളെ നേടുന്നവനാവുക എന്നുള്ളതാണ് ഈ മുക്കുവൻ്റെ ദൗത്യം എന്നുള്ളതാണ്. ഇതാണ് ദൈവത്തിൻ്റെ തന്നെക്കുറിച്ചുള്ള പദ്ധതി എന്ന് പിന്നീടാണ് തിരിച്ചറിയുക. ആര്? ഈശോയുടെ ശിഷ്യരിൽ ശ്രേഷ്ഠനായ പത്രോസ് തിരിച്ചറിയുന്നത് പിന്നീടാണ്. അപ്പോൾ ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണമെങ്കിൽ ആത്മാവിൻ്റെ കണ്ണ് തുറന്നു കിട്ടണം. അത് ഈശോയോട് കൂടെ നടന്നപ്പോഴാണ് പത്രോസിന് ആ കണ്ണ് തുറന്നു കിട്ടാനായിട്ടിടയായത്. ഈശോയുടെ വചനങ്ങൾ ശ്രവിച്ചു കഴിഞ്ഞപ്പോഴാണ്, ഈശോയുടെ വചനങ്ങൾ ശ്രവിച്ചാൽ മാത്രം പോരാ, ഗ്രഹിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് ജീവിതത്തിൽ അന്വർത്ഥമാകാനായിട്ട്, ഇരുന്ന് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് സാധ്യമായത്. അങ്ങനെ ആത്മാവിൻ്റെ കണ്ണ് തുറന്നു കിട്ടിയ പത്രോസ് പിന്നീട് നമുക്കറിയാം ജീവിതത്തിൻ്റെ അന്ത്യം വരെയും അവന് വേണ്ടിയിട്ട് ഈശോ മരിച്ചത് കുരിശിൽ നേരെയാണെങ്കിൽ നേരെ തലകീഴ് മരിക്കാനായിട്ട് പോലും ഇടയാക്കി. അത്രയും തിരിച്ചറിവിലേക്ക് എത്തണമെങ്കിൽ അത് പത്രോസിനെ അതുപോലെ വചനം, ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ ശക്തി അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ധ്യാനിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വയ്ക്കുന്നതിൻ്റെ വഴിയിലൂടെ നമ്മളെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെ കർത്താവ് നടത്തും. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നെ ചിലപ്പോൾ കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിലൂടെ കർത്താവ് നയിച്ചു എന്ന് വരും. അച്ഛൻ ഓർക്കുകയാണ്, അച്ഛൻ ഈ വചന ശുശ്രൂഷയിലേക്ക് ഇറങ്ങാനായിട്ട് കാരണമായത്, ഒരിക്കൽ അച്ഛനായതിനു ശേഷം 7-ാമത്തെ വർഷം, 6 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ 7-ാമത്തെ വർഷം അച്ഛന് ഒരു പള്ളിയുടെ മുകളിൽ നിന്ന് താഴെ വീഴുവാണ്. ഒരു കെട്ടിടത്തിൻ്റെ മുന്നിൽ നിന്ന് താഴെ വീണു. താഴെ വീണ പശ്ചാത്തലത്തിലാണ് കട്ടിലിൽ കിടന്ന് ചികിത്സാർത്ഥം കട്ടിലിൽ കിടക്കുന്ന സന്ദർഭത്തിലാണ് തിരിച്ചറിയുക, ഈശോ നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യമെന്ന് അന്ന് തിരിച്ചറിഞ്ഞത്. ഈശോ നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങേണ്ടത് എൻ്റെ ദൗത്യമാണ് എന്ന് കട്ടിലിൽ കിടന്നപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അതിനുശേഷമാണ് വചന ശുശ്രൂഷയിലേക്ക്, ധ്യാന ശുശ്രൂഷകളിലേക്കൊക്കെ പ്രവേശിക്കാനായിട്ട് ഇടയായത്. അപ്പോൾ ചില കൈപ്പേറിയ അനുഭവങ്ങൾ, അച്ഛൻ പറഞ്ഞു വെച്ചത് ഒരു കുഞ്ഞനുഭവമാണ്. അതുപോലെ ചില വിലപ്പെട്ട കൈപ്പേറിയ
അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മളെ ഈ ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയാനായിട്ട് ഇടയാക്കും എന്നൊരു വശമുണ്ട്. ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ ആരാലും അറിയപ്പെടാതെ കഴിയേണ്ടിയിരുന്ന ജോസഫ് എന്ന മനുഷ്യൻ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ഉദാഹരണമാണ്. ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ അധ്യായം 40, 41, 42 വചനങ്ങളിലൂടെ കടന്നു പോകും നമ്മൾ കാണുന്നത്. അത് ഈജിപ്തിലെ പ്രധാനമന്ത്രിയാകാൻ തക്ക രീതിയിൽ ഒരുക്കിയത് പല കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ശേഷമാണ്. കടന്നു പോയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയാകാനായിട്ട് നിയുക്തനായ ജോസഫ് അവിടം വരെ എത്തുക. പക്ഷെ അവിടെയെല്ലാം നിന്നു കൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറായി എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 41, 40, 41, 42 തിരുവചനങ്ങളെല്ലാം നമ്മൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയും വിശ്വാസവുമാണ്, തമ്പുരാനോടുള്ള വിശ്വാസവും താൻ സൂക്ഷിച്ച വിശുദ്ധിയും അങ്ങനെ അത് ചേർന്നുള്ള വിശ്വസ്തതയുമാണ് അദ്ദേഹത്തെ, പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിൻ്റെ കണ്ണ് തുറക്കുവാനായിട്ടിടയാക്കിയത് അവൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ളതാകട്ടെ നമ്മളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിങ്ങനെ ഒരു ഗാനത്തിൽ ആലപിക്കാറില്ലേ, നിൻ്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എൻ്റെ ഹിതം പോലെയല്ല, എൻ്റെ ഹിതം പോലെയല്ല എൻ കർത്താവേ, എൻ ദൈവമേ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നിൻ്റെ ഹിതം പോലെ എൻ്റെ ജീവിതത്തെ നീ നടത്തണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് അങ്ങേയറ്റം എപ്പോഴും സൂക്ഷിക്കാനായിട്ട് പറ്റട്ടെ. കാരണം ഉണ്ടായ പ്രലോഭനങ്ങളെല്ലാം നമുക്കറിയാം. ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രലോഭനങ്ങളെല്ലാം ദൈവഹിതത്തിനെതിരെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. നമ്മൾ കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ 3 പ്രലോഭനങ്ങൾ കടന്നു വരുന്നുണ്ട്. 1 താഴേക്ക് ചാടുക, 2 കല്ലുകളോട് അപ്പമാകാൻ പറയുക, 3 സാത്താനെ ആരാധിക്കുക. ഇതെല്ലാം ദൈവഹിതത്തിനെതിരെ വന്ന പ്രലോഭനങ്ങളാണ്. പ്രലോഭനങ്ങളെല്ലാം പലപ്പോഴും ഹിതത്തിനെതിരെയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ഇതുവരെ വന്നിട്ടുള്ളതും ഇനി വരാനിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ പ്രലോഭനങ്ങളും ദൈവഹിതത്തിനെതിരെ നിൽക്കുന്ന പ്രലോഭനങ്ങളാകും മിക്കവാറും എല്ലാം. അപ്പോൾ തിരിച്ചറിയാനായിട്ട് പറ്റട്ടെ, ഈ ആത്മാവിൻ്റെ കണ്ണ് തുറക്കുന്നവരാകാൻ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് നിൽക്കുന്നവരാകാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയാനായിട്ട് പറ്റും. ഇത് ദൈവഹിതത്തിന് അനുസൃതം ജീവിക്കാൻ വേണ്ടി, പ്രവർത്തിക്കാൻ വേണ്ടി, വളരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ദൈവം ഒരുക്കി തന്നതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ദൈവത്തിൻ്റെ അദൃശ്യ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ആത്മാവിൻ്റെ കൺമുമ്പിൽ കാണാനായിട്ട് നമുക്ക് ഈ വചനത്തിൻ്റെ ശക്തി നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.